മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമാണ്. ഈ രീതിയിൽ വളരെ നിർണായകമാണ്. ഈ മെയ് 4 ആ ഒരു ദിവസത്തേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ്, എന്തൊക്കെയാണെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ രാജീവ് ചന്ദ്രശേഖറിന് അത് നിർണായകമാക്കുക മറ്റൊരു തരത്തിലാണ്. 4 സീറ്റ് എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു സീറ്റ് പോലും നേടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തെ സാരമായി ബാധിക്കും എന്ന വിലയിരുത്തലുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തോട് പാർട്ടിയിൽ ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ നല്ല ഒരു ലീഡറാണ് എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലുള്ള അഭിപ്രായങ്ങൾ. എന്നാൽ അമിത്ഷായുടെ പിന്തുണയോടെയാണ് അദ്ദേഹത്തിന്റെ വരവ്. സംഘപ്രവർത്തനത്തിന്റെ ദീർഘ പാരമ്പര്യമുണ്ടായിട്ടും കേരളത്തിൽ നിയമനിർമ്മാണ സഭകളിൽ അതിനൊത്ത വിധം പ്രാതിനിധ്യമില്ല എന്നതായിരുന്നു അമിത്ഷായുടെ വിമർശനം. അത് നേടുക എന്നത് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. പാർട്ടിക്കും മുന്നണിക്കും സാധ്യത ഉള്ളിടത്ത് പരമാവധി ശ്രദ്ധിച്ച് ഫലമുണ്ടാക്കുക എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച രീതി. അത് വിജയം കാണുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലും പാലക്കാട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലും അത് നേട്ടമുണ്ടാക്കി. അതേ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചായിരുന്നു പ്രവർത്തനം. തൃപ്പൂണിത്തുറ, റാന്നി പോലുള്ള ശക്തി കേന്ദ്രങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകിയത് പക്ഷേ BJPക്കുള്ളിൽ വിമർശനത്തിന് കാരണമായി. കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗം കൂടി സമാഹരിച്ചാൽ മാത്രമേ സീറ്റ് പിടിക്കാൻ സാധിക്കൂ എന്ന വിലയിരുത്തൽ ഉയർന്നപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് BJP തുടക്കമിട്ടു. ക്രിസ്ത്യൻ നേതാക്കളെ പാർട്ടിയിലെത്തിച്ചു, മത്സരിപ്പിച്ചു, ഒക്കെ അത് നടപ്പിലാക്കി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി, ഇതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് സഭകൾക്കൊപ്പമായിരുന്നു. പക്ഷേ ഇതും വിമർശനത്തിന് കാരണമായി. കേരള രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്ത പ്രവർത്തനം എന്നാണ് TP സെൻകുമാറിനെ പോലുള്ളവർ രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ചു പറഞ്ഞ വാചകങ്ങൾ. നിയമസഭയിലെ അക്കൗണ്ട് വീണ്ടും തുറക്കുകയും 2 അതിൽ കൂടുതലോ സീറ്റ് നേടുകയും ചെയ്താൽ രാജീവ് ചന്ദ്രശേഖറിന് അത് പോസിറ്റീവ് ആകും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി വെറും 7 ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. മെയ് 4 തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 47 കേന്ദ്രങ്ങളിലായി മെയ് 4 നടക്കും. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. 3ാം തുടർ ഭരണം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് LDF. അതേസമയം ഭരണമാറ്റം ഉറപ്പാണ് എന്നാണ് UDF വാദം. മെയ് 4 രാവിലെ 7 മണിക്ക് സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓരോ ഘട്ടത്തിലെയും സ്ഥിതി അറിയാൻ സാധിക്കും. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയും സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർക്കും ഒബ്സർവർക്കും മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുദ്യോഗസ്ഥരുടെ ഫോണുകൾ സൂക്ഷിക്കാൻ കവാടത്തിൽ കൗണ്ടറുകൾ ഉണ്ടാകും. ഓരോ ടേബിളുകളും CCTV നിരീക്ഷണത്തിലാകും. വിവരങ്ങൾ യഥാസമയം ലഭിക്കാൻ മീഡിയ സെന്റർ പ്രവർത്തിക്കും. വോട്ടെണ്ണൽ പൂർത്തിയായാൽ ഓരോ മണ്ഡലത്തിലും നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന 5 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAT സ്ലിപ്പുകൾ എണ്ണും. എന്തായാലും മെയ് 4 കാത്തിരിപ്പിലാണ് കേരളം മുഴുവൻ. ഒപ്പം രാജീവ് ചന്ദ്രശേഖറും BJP. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.